ഒരു ഞെട്ടലോടുകൂടി അല്ലാതെ എനിക്ക് തോന്നുന്നു വയനാട് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി നമ്മൾ മലയാളികൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഞെട്ടലിലാണ് പലരും. ആൻഡ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് പോലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 300 അടുത്തു മരണം. സോ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് അബൌട്ട് ഡിസാസ്റ്റർ ടൂറിസം വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ മുഴുവനും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷമുള്ള ദിവസങ്ങളിലൂടെയല്ല നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ടെലിവിഷൻ കാണുകയൊക്കെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വയനാട് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരും അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ട്രൂ. ഇനിയും നമ്മൾ വയനാടിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം അതിൻ്റെ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. മഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനുള്ള സമയം പോലും ആയില്ല. അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും എന്താ പറയുക, ഒരു നമ്മളെല്ലാവരെയും മനം മടുപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയാം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആദ്യം തന്നെ നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്, നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പല പേജുകളും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയുടെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതൊക്കെ ഒരു സൈഡിൽ തന്നെ ഇരുന്നോട്ടെ. ഈ സമയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. കേരള ഗവൺമെൻറ്റിൻ്റെ ആ സ്ഥലങ്ങളിലെ ഡിസ്ട്രിക്ട് കളക്ടർമാരുടേതായിട്ടുള്ള ഒഫീഷ്യൽ പേജുകളുണ്ട്. നമ്മുടെ CMന് എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയാസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററിൽ ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും യെസ്, എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആ സ്ഥലങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ തന്നെ വിശ്വസിക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇതിൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിക്കണം എന്ന് വിചാരിക്കുകയാണ്. കാരണം പലർക്കും ഇതിലൊരു സംശയമുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ്. ആരും കാശ് കൊടുക്കരുത്, ആ പണം വകമാറ്റും. ഇത് നിങ്ങളും കേട്ടിട്ടില്ലേ? വിശ്വസിക്കരുത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന രേഖയുള്ളതാണ്. ബാങ്ക് വഴിയാണ് ഇടപാട്. ആദായ നികുതി ഇളവിന് അർഹമാണ്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം നയാ പൈസ ചെലവാക്കാനാവില്ല. റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ഈ ഫണ്ടിന്റെ എല്ലാ കണക്കുകളും നമുക്കറിയാം. പൂർണ്ണമായും CAG ഓഡിറ്റിന് വിധേയമാണ്. ക്രമക്കേടുണ്ടായാൽ CAG റിപ്പോർട്ടിൽ വരും. നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തീർത്തും സുതാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആപത്ത് വന്നാൽ സഹായിക്കാൻ നമ്മളെയുള്ളൂ. ആ സഹായം അവരിലേക്ക് എത്താനുള്ള ഏറ്റവും സുരക്ഷിത മാർഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പ്രളയം അടക്കമുള്ള ദുരന്തങ്ങൾ നമ്മെ തകർത്തെറിഞ്ഞപ്പോൾ കേരളം തിരിച്ചു വന്നത് ഇതിലൂടെയാണ്. അത് മറക്കരുത്. അതുകൊണ്ട് നമുക്ക് നമ്മളാൽ കഴിയും പോലെ സംഭാവന ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ധനത്തിലേക്ക്. യെസ്, ആ ഒരൊറ്റ കാര്യം തന്നെ എനിക്ക് നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൂ. ചീഫ് മിനിസ്റ്ററിൻ്റെതാണ് കൃത്യമായിട്ടുള്ള സ്ഥലം. കാരണം ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഡിസാസ്റ്ററിനിടയിൽ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ വരും എന്നുള്ള കാര്യം അറിയാം. അപ്പം എപ്പോഴും ഈ പറയുന്ന ഒഫീഷ്യലായിട്ടുള്ള പേജുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് സംഭവങ്ങൾ അതിനകത്ത് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയൊരു വിഷയമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ, അതായത് ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്ന സമയത്തുള്ള രാഷ്ട്രീയ പോരുകൾ അവസാനിപ്പിക്കുക, മറ്റുള്ളവരെ ഇപ്പോൾ നമ്മൾ വയനാടിൻ്റെ കൂടെ നിൽക്കേണ്ട സമയമാണ്. വയനാടിനെ ആ ഒരു എന്താ പറയുക, തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിനെല്ലാം മാറ്റി നിർത്തി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതിപ്പോൾ ഒരു വലിയ ഡിസാസ്റ്ററാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാമല്ലോ, ചെറിയ സമയങ്ങളിൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പാലക്കാട് ഉണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്നു, വെള്ളം പൊങ്ങുന്നു എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ കൂട്ടുകാർ തന്നെ എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും ഇപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ അവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി കാണുകയല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ പോയി അതിനെ ഒരു ടൂറിസം ആക്കി മാറ്റുന്ന
പ്രവണത നമ്മൾ മലയാളികളുടെ ഇടയിൽ നിന്നല്ല, പൊതുവേ ലോകം മുഴുവനും ഉള്ളത് തന്നെയാണ്. അത് ഇവിടെയും ഒട്ടും കുറവില്ല എന്നുള്ളതാണ് കേട്ടോ. എസ്പെഷ്യലി ഇതുപോലെ ഇപ്പം നമുക്കറിയാവുന്ന വയനാട് ഉരുൾപൊട്ടിയത് കൊണ്ടും ന്യൂസ് ചാനലുകളിലുള്ള ചർച്ച ചെയ്യുന്നത് കൊണ്ട് അതൊരു വിഷയം തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ നിൽക്കാതെ പെയ്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വീട്ടിൽ നിന്ന് കുട്ടിയും ഭാര്യയും അമ്മയും അച്ഛനെയും എല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ പോയി കാണുമ്പോൾ ഉണ്ടാവാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. ഇപ്പം നമ്മൾ സയൻസിലും സയൻറ്റിഫിക്കായിട്ടൊക്കെ നമുക്ക് പല സംഭവങ്ങളും ഉണ്ട്, നമുക്കിതൊക്കെ അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സംഭവങ്ങളൊന്നും നമ്മുടെ മനുഷ്യരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് പിന്നീട് പ്രശ്നങ്ങളിൽ ഉണ്ടാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസാണ്, ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് പണ്ട് മുതൽ പപ്പ ഫയർഫോഴ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പറയാറുണ്ട്, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കൊന്നും നമ്മൾ വിസിറ്റ് ചെയ്യരുത്. ഒന്ന്, അവിടെ വരുന്ന രക്ഷാപ്രവർത്തകർക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. കാര്യം അറിയാലോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവും. സോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ട്രാവലിനെ അത് ബാധിക്കും, അതുപോലെ തന്നെ അവിടുത്തെ റെസ്ക്യൂ മിഷനെ അത് ബാധിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഈ വയനാടിൻ്റെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ചാനൽസിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ ഡിസാസ്റ്റർ ടൂറിസം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് ഈ വെള്ളം പൊങ്ങുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, പാലം ഇടിഞ്ഞു പോകുന്നു, പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം പൊക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ണികളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായാലും നമ്മൾ പോവരുത്, നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് പോകുന്നവനെ എന്താ പറയേണ്ടത്, വിഡി എന്നല്ലേ പറയേണ്ടത്. നമ്മൾ സഹായിക്കാനല്ല പോകുന്നത്, സഹായിക്കാൻ പോകുന്നവരെ അല്ല ഞാൻ പറയുന്നതും കേട്ടോ. സഹായിക്കാൻ പോകുന്നവർ ഓക്കെ, ദാറ്റ്സ് ഫൈൻ, വിച്ച് ഇസ് വെരി ഗുഡ്. അത് ചെയ്യേണ്ടത് തന്നെയാണ്. അതും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ രീതിയിൽ തന്നെ പോവുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ഒരു വലിയ കാര്യമാണ്. കാരണം ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതിനെ ഗൂഗിൾ ചെയ്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ എയിം നോക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ശരികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലൈഫും റിസ്ക് ചെയ്ത് അവിടെ ഉള്ളവർ, അതായത് റെസ്ക്യൂ മിഷന് വരുന്നവരെയും ബാക്കിയുള്ളവരെയും ഒക്കെ നമ്മളും വീണ്ടും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്നുള്ള ബേസിക് കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ വയനാട് ഉണ്ടാവുന്നു എന്നുള്ളതല്ല, നാളെ ഇതുപോലുള്ള ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിനെ ഒരു ടൂറിസം ആക്കി മാറ്റാതിരിക്കാനായിട്ടുള്ള മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കണ്ടിട്ട് എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യമാണ്, ഈ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസും ഇപ്പോൾ ഇതിൽ സഹായിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരും, വിച്ച് ഇസ് വെരി ഗുഡ്. കാര്യം ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്ന അതേ സാധനം തന്നെയാണ് വേണ്ടത്. കാരണം ഇപ്പോൾ പ്രാർത്ഥനയല്ല വേണ്ടത്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രേ ഫോർ വയനാട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം പ്രേ ഫോർ വയനാടല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്തു കൊടുക്കുക. അതിപ്പോൾ കാശ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് പോയി സഹായിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴികളിലൂടെ പോവുക. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രാർത്ഥനയെല്ലാം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാം. മേ ബി അതിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും അതാണിപ്പോൾ നിലവിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ പല വിഷ്വൽസിനെയൊക്കെ ഇപ്പോഴും ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയ കണ്ടൻറ്റാക്കി മാറ്റി അതിൻ്റെ കരയുന്ന വിഷയങ്ങളും സംഭവങ്ങളും ഒക്കെ എടുത്തിട്ട് പല രീതിയിലും ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബോറ് പരിപാടിയാണ്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴും നമുക്കറിയാം മിസ്സിങ് കേസുകൾ ഓൾമോസ്റ്റ് 290 എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതലായിരിക്കും മിസ്സിങ് കേസുകൾ എന്നുള്ളതാണ് പലയിടത്തും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അറിയാനും പറ്റുന്നത്. അപ്പോൾ ഇനിയും പലരെയും റിക്കവർ ചെയ്തും പല സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം തന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 300 എത്തിയിട്ടുണ്ട് മരണം. എത്ര വരേക്കും ഉയരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു വലിയൊരു ട്രാജഡിയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യാപ്തി നമ്മൾ ഇനി വരും ദിവസങ്ങളിലായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ആസ് എ ഹ്യൂമൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്കറിയാം പല സ്ഥലങ്ങളിലും മഴയാണ്.
സേഫ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനുള്ള സൈഡും നമ്മൾ ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ചിൽ കുപ്പി ചില്ലായിട്ടിരിക്കുക കേട്ടോ.